ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ പൊരിയാണ്. നിങ്ങൾ പഴംപൊരി, ചക്കപ്പൊരി ഇതൊക്കെ കഴിച്ചു കാണും. ഇന്ന് നമുക്ക് പൈനാപ്പിൾ പൊരി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലാക്കാം, നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയാക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിൽ പൈനാപ്പിൾ അരിഞ്ഞെടുക്കാം. മൈദ 1 കപ്പ്. ഈ മൈദയ്ക്ക് പകരം ആട്ട വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് വെള്ളം, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, വറുക്കുന്നതിന് ആവശ്യമായ ഓയിൽ. ഇനി ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടി ഇടാം. ഇതിലേക്ക് അരിപ്പൊടി ഇടാം. പഞ്ചസാര ഇടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം അധികം കൂടി പോകരുത്. നമ്മൾ പഴംപൊരിക്കൊക്കെ ആക്കില്ലേ, അതേപോലെ വേണം ഈ ബാറ്റർ തയ്യാറാക്കാൻ. ഇപ്പോൾ ബാറ്റർ റെഡിയായി. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുക്കുന്നതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൈനാപ്പിൾ പീസും എടുത്ത് നമുക്ക് ഓയിലിലേക്ക് ഇടാം. നമുക്കിത് തിരിച്ചിടാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ പൈനാപ്പിൾ പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. പൈനാപ്പിൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല മധുരമുള്ള പൈനാപ്പിൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. എന്നാലേ ഈ പൈനാപ്പിൾ പൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ ആണല്ലോ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.